മണ്ണൂർ ഗവൺമെന്റ് ITI അധ്യാപക രക്ഷകർതൃ സംഘടന ജനറൽ ബോഡി യോഗം ചേർന്നു. PTA പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷനായി. അന്തിക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസർ രാജേഷ് രക്ഷിതാക്കൾക്കായി ലഹരിവിരുദ്ധ ക്ലാസ് നടത്തി. ബെസ്റ്റ് ഇൻസ്ട്രക്ടർ അവാർഡ് NV വത്സല ഏറ്റുവാങ്ങി. 2022-24 ബാച്ചിലെ ബെസ്റ്റ് ട്രെയിനീസിന് ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. പ്രിൻസിപ്പാൾ NV മീന, വേണു സ്റ്റീഫൻ, ET സുരേഷ്, മനീഷ് പങ്കജ്, അജീഷ് കണ്ണൻ, ആതിര തുടങ്ങിയവർ സംസാരിച്ചു. ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരേണ്ട കടമ നമ്മുടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ജ്യൂസ് കടകളും ചായക്കടകളും രാത്രികാലങ്ങളിൽ തേടിപ്പോകുന്ന മക്കളെ എന്തുകൊണ്ടാണ് നിരീക്ഷിക്കണം പറയുന്നറിയോ? ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള മധുരമോടോട് പ്രിയം കൂടുതലാണ്. 10 രൂപയുടെ ഒരു ജ്യൂസ് കുപ്പി കിട്ടിക്കഴിഞ്ഞാൽ അവന് ലഹരി കൂട്ടും. മനസ്സിലാവുന്നുണ്ട്? അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് ആ പിള്ളേരുടെ അടുത്ത് പറഞ്ഞാലുണ്ടല്ലോ, പിള്ളേരെ നിങ്ങൾ അറിയാതെ കഴിക്കാത്തോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് വളരെ അപകടം പിടിച്ചൊരു സാഹചര്യമാണ്. നിങ്ങൾ രാത്രി ഒരു ദിവസം ഒരു 10-11 മണിയാകുമ്പോൾ നിങ്ങളൊന്ന് പുറത്തിറങ്ങിയാൽ മതി. ആ മണ്ണൂത്തിയിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കൈവിടെ ഓർത്തിരുന്നാൽ മതി. അവിടെ ആരൊക്കെയാണ് വരുന്നത്? നമ്മളുടെ മക്കളുടെ പ്രായത്തിലുള്ളവരുണ്ട്, നമ്മുടെ മക്കളുണ്ട്. നിങ്ങൾ ഞെട്ടിപ്പോകും. ആൺകുട്ടികളും പെൺകുട്ടികളും എന്ന വേർതിരിവില്ലാതെ അവർ വന്ന് കഴിച്ചിട്ട് പോകുന്ന സ്ഥിതിവിശേഷം കണ്ടാൽ സിഗരറ്റ് വലിക്കാനും മറ്റുള്ള സാധനങ്ങൾ ഉപയോഗിക്കാനും ജ്യൂസ് കുടിക്കാനും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേപോലെ പാൻറ്റും പനീനങ്ങളൊക്കെ ഇട്ടിട്ട് അവിടെ വരും കടകളിൽ. ഇതിനു വേണ്ടി മാത്രം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കടകൾ അപകടകരമാണ് സ്ഥിതി. നമ്മൾ നിരീക്ഷിച്ചേ പറ്റൂ. ഇവർ മുഴുവൻ കുഴപ്പക്കാരാണെന്നല്ല, പക്ഷെ നമ്മൾ ഇവരെ നിരീക്ഷണത്തിൽ വെച്ചേ പറ്റൂ എന്നുള്ളതാണ് എനിക്ക് ഇതിനോട് പറയാനുള്ളത്.